അപ്പോൾ എനിക്കെതിരെ പ്രകടനം ഇങ്ങനെ റോഡിൽ വരിക. അപ്പോൾ ആ പ്രകടനത്തിൻ്റെ ഫോട്ടോ മനോരമ പബ്ലിഷ് ചെയ്തു. പിറ്റേ ദിവസം ഞാനിങ്ങനെ ആ ഫോട്ടോ നോക്കുമ്പോൾ ലിയസൺ ഓഫീസറെ അറസ്റ്റ് ചെയ്യാനാണ് ബാനർ. അത് പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നു. ബാനർ വിളിക്കുന്നവൻ ചിരിക്കേണ്ട ആവശ്യമില്ല. ഇവൻ ആരാണ് എന്ന് കണ്ടെത്താൻ പോകും. ബെഡിനകത്ത് 2 തലയണയാണ്. ഒരു തലയണ മറ്റേ തലയണേക്കാൾ വണ്ണം കൂടുതലും ഭാരം കൂടുതലും. അപ്പോൾ DYSP എന്ത് ചെയ്തൊരു ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ഈ വണ്ണം കൂടിയ തലയണ മുറിച്ചു. പക്ഷെ ഇത്ര സമയമായപ്പോഴത്തേന് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാർ വന്നിട്ട് പറഞ്ഞു ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഫിംഗർ പ്രിൻ്റോട് വെരിഫൈ ചെയ്തപ്പോൾ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതായത് ഇവൻ എന്തിനാണ് ഈ ചിരിക്കുന്നത്? ബാനർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു ചിരിക്കുന്നു? അതൊരു കളിയാക്കി ചിരി. അപ്പോൾ അവൻ കുറ്റവാളിയാണ്, അവൻ തന്നെയാണ് ജാഥ നയിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അലക്സാണ്ടർ ജേക്കബ് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. 1982 പോലീസ് ഉദ്യോഗത്തിലേക്ക് കയറിയതായിരുന്നു സാറ്. അതിനുശേഷം 90കളിൽ സിറ്റി പോലീസ് കമ്മീഷണറായി വരുന്നു. നിരവധി ക്രൈം നേരിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ക്രൈം ഫയൽസ് ഒക്കെ അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അതിനകത്തിൽ തന്നെ ഇൻറ്റ്യൂഷൻസ് കൊണ്ട് തെളിയിച്ചിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ നമ്മൾ ലീഡ്സ് എന്ന് പറയും. പല രീതിയിലുള്ള ലീഡ്സ്. ഈ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ഇന്നാരാണ് അല്ലെങ്കിൽ ഇന്നാരാവാം എന്ന് നമുക്കൊരു ഊഹം ഉണ്ടാവും. ആ ഊഹം പലപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം വിസിബിൾ എവിഡൻസ് നോക്കും. ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ സന്നിധനാവാൻ സാധ്യത ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ചിലപ്പോൾ ഇതൊന്നും ലീഡ് കിട്ടത്തില്ല. കിട്ടാത്ത സമയത്ത് ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ഒരാളൊന്ന് പറയും, ഇന്നാളായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ആദ്യം നമുക്കൊരു അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ ആ ലീഡ് എടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ആ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്നു. അപ്പോൾ ഇത് പല സമയത്ത് നമ്മൾ അസ്റ്റോണിഷ് ചെയ്യുന്നൊരു സംഭവമാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ കേസിലോട്ട് നമ്മൾ കുറ്റവാളിയിലേക്ക് ചെന്ന് ചേരുക എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വരുന്ന ആക്സിഡൻ്റലായിട്ടായിരിക്കും. അബദ്ധവശാൽ നമ്മൾ ഒരു ലീഡിൽ ചെന്നിട്ട് അതുവഴി അങ്ങോട്ട് നമ്മൾ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് അന്വേഷിക്കുന്ന കേസല്ല, അല്ലാത്തൊരു കേസുണ്ട്. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ വിഗ്രഹമോഷണം നടത്തി കിരീടത്തിൻ്റെ തലേന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് ഒരു കേസാണ്. അപ്പോൾ നോർമലായിട്ട് കേസ് അന്വേഷിച്ചപ്പോൾ ഒരു രക്ഷയും കിട്ടില്ല. അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ അവസാനം ആ കേസ് അന്വേഷിച്ച് ചെല്ലുമ്പം അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു ഭാഗം കീറി കിടക്കണം. നോക്കുമ്പോൾ അത് നെയ്യാറ്റിൻകരയുള്ളൊരു സ്കൂളാണ്, ഏറ്റുമാനൂരുള്ള സ്കൂളല്ല. അപ്പോൾ നെയ്യാറ്റിൻകര സ്കൂളിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ എന്തിനാണ് ഏറ്റുമാനൂർ വരുന്നത്? അപ്പം അതന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് സ്റ്റീഫൻ ആണ്. അദ്ദേഹം ആയുധം മറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് സഹോദരൻ്റെ മകളുടെ നോട്ട്ബുക്കിലെ പേപ്പർ എടുത്ത് പൊതിഞ്ഞോണ്ടാണ് വന്നത് പിച്ചാത്തി. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോൾ താഴെ വീണു. അപ്പോൾ ഇത് ഏത് കുറ്റകൃത്യം നടന്നാലും ഈശ്വരൻ 1-2 തെളിവോടെ ബാക്കി വെക്കും എന്ന് പറയും. അതിൽ നിന്നാണ് എൻ്റെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ആ കേസ് തെളിയിക്കുന്നത്. അപ്പോൾ ഇത് ഇൻറ്റ്യൂഷൻ ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഈശ്വരൻ ചില തെളിവുകൾ ബാക്കി വെച്ചിട്ട് പോകുന്നതാണ്, മനസ്സിലാകുന്നത്. അപ്പം ആലപ്പുഴ ഒരു കേസ് ജേക്കബ് പൊന്നു സാർ അന്വേഷിച്ചൊരു കേസാണ്. അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയാണ്. സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുന്നു. പക്ഷെ അതിനടുത്തൊരു പൂച്ചയും ചത്ത് കിടപ്പുണ്ടായിരുന്നു. നോർമലി ഈ പൂച്ച ചത്തതും സ്ത്രീ ചത്തതും നമ്മൾ യാതൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ പെൺകുട്ടി ലാസ്റ്റിൽ ഒരു പുരുഷൻ്റെ കൂടാണ് അവിടെ എത്തിയത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുമ്പം സ്ത്രീയുടെ ശരീരം കൂടാതെ ആ പൂച്ചയുടെ ശരീരം കൂടെ പോസ്റ്റ്മോർട്ടം നടക്കും. അപ്പോൾ നോർമലി ഒരു ഉദ്യോഗസ്ഥനെ ചെയ്യുന്നതല്ല. അത് ചെയ്തപ്പോൾ സ്ത്രീയുടെ വയറ്റിൽ കണ്ട വിഷം തന്നെയാണ് പൂച്ചയുടെ ശരീരത്തിൽ. അപ്പോൾ ഈ വിഷം കൂടെ വന്ന ആൾ കൊടുത്തതാവാം എന്ന് ഊഹം വന്നു. അങ്ങനെ കേസ് അന്വേഷിച്ച് പോയപ്പോൾ
ആ ആളിനെ കുറ്റവാളിയെ കണ്ടെത്തി. അപ്പോൾ ഇതൊരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ്. ചിലപ്പോൾ ജ്യോത്സ്യം വെച്ച് കണ്ടെത്തും. ജ്യോത്സ്യം വെച്ചിട്ട് ലിങ്ക് വെച്ചിട്ട് കേസ് ചിലപ്പോൾ തെളിഞ്ഞെന്നിരിക്കും. ചില സമയത്ത് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് ചില ഇൻറ്റ്യൂഷൻ വരും. അതിൽ ഞാൻ തന്നെ അന്വേഷിച്ച ഒരു കേസാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പണപ്പെട്ടിക്കകത്ത് 2.5 ലക്ഷം രൂപ മോഷണം പോയി. അപ്പോൾ 1987 അപ്പം അന്ന് 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 2 കോടിക്ക് ഈക്വലൻ്റാണ്. അപ്പോൾ ആ കേസിലെ പണം സൂക്ഷിക്കാൻ ബാധ്യസ്ഥൻ അവിടുത്തെ ലിയസൺ ഓഫീസറാണ്. അയാളാണ് ഈ പൈസ എടുത്തതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. മുഖ്യമന്ത്രി എന്നെ വിളിച്ചു, അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അയാളാണ് കുറ്റവാളിയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മനസാക്ഷിക്ക് പറയാത്ത ഒരാളിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലെന്നോ. അപ്പോൾ ഗ്രഹപ്പഴയ്ക്ക് ഈ മനുഷ്യൻ പത്തനംതിട്ടക്കാരനാണ്. ഞാൻ ജനിച്ച വളർന്ന് തുമ്പോടുന്ന 8 കിലോമീറ്റർ അകലെയാണ്. ഗ്രഹപ്പഴയ്ക്ക് ആ മനുഷ്യനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എൻ്റെ ദേശക്കാരനായ ക്രിസ്ത്യാനിയെ ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞായി ബഹളം. അപ്പോൾ എനിക്കെതിരെ പ്രകടനം ഇങ്ങനെ റോഡിൽ വരിക. അപ്പോൾ ആ പ്രകടനത്തിൻ്റെ ഫോട്ടോ മനോരമ പബ്ലിഷ് ചെയ്തു. പിറ്റേ ദിവസം ഞാനിങ്ങനെ ആ ഫോട്ടോ നോക്കുമ്പം എനിക്കെതിരെ നടക്കുന്ന പ്രകടനമാണ്. നോക്കുമ്പോൾ ലിയസൺ ഓഫീസറെ അറസ്റ്റ് ചെയ്യാനാണ് ബാനർ. അത് പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ ചിരിക്കുന്നു. അപ്പം ഞാൻ ഡിവൈസ് വെച്ച് ഇവനെ തന്നെ ചിരിക്കുന്നത്. ഈ ബാനർ വിളിക്കുന്നവൻ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ ആരാണ് എന്ന് കണ്ടെത്താൻ പറഞ്ഞു. അപ്പോൾ ഡിവൈസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇവൻ അവിടുത്തെ ഇലക്ട്രീഷ്യനാണ്, മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ലിയസൺ ഓഫീസർ വളരെ സ്ട്രിക്റ്റായ ഒരാളായിരുന്നു. അതുകൊണ്ട് ഇയാളുടെ സ്ട്രിക്ട്നെസ്സിനെതിരെ തൊഴിലാളികളുടെ ഒരു എതിർപ്പ് കാണിക്കാൻ വേണ്ടി ആണ് ഈ പ്രകടനം വരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ്റെ ഇലക്ട്രീഷ്യനല്ലേ, അപ്പോൾ ഈ പണപ്പെട്ടി ഇരിക്കുന്നത് കീറി മുറിച്ചാണ് പണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ കയ്യിലുള്ള ചില എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഇത് കീറി മുറിക്കാൻ പറ്റും. അപ്പോൾ ഇവൻ ഈ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് കീറി മുറിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടായി. മനസ്സിലാകുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു കേസിൽ പ്രതിയല്ലാത്ത ഒരാളിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു വേറെ എന്തോ സാധനം ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ റെയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് വീട്ടിലുണ്ടെന്ന് സംശയത്തിൽ റെയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അപ്പോൾ എല്ലാവരും നോർമലായിട്ടിരുന്നു. വീടെല്ലാം റെയ്ഡ് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവൻ്റെ ബെഡ്റൂം പരിശോധിക്കുമ്പോൾ അവൻ്റെ ഡബിൾ ബെഡിനകത്ത് 2 തലയണയുണ്ട്. ഒരു തലയണ മറ്റേ തലയണേക്കാൾ വണ്ണക്കൂടുതലും ഭാര കൂടുതലും. അപ്പോൾ ഇതെന്താ സംശയം? ഇപ്പോൾ ഡിവൈസ് എന്ത് ചെയ്തൊരു ബ്ലേഡ് കൊണ്ടുവന്നിട്ട് ഈ വണ്ണം കൂടിയ തലയണ മുറിച്ചപ്പോൾ പഞ്ഞിക്ക് അകത്തിരിപ്പുണ്ട് 2 ലക്ഷം രൂപ. അപ്പോൾ അവൻ ഈ പൈസ കൊണ്ടുവന്നിട്ട് തലയണയ്ക്ക് അകത്ത് കയറ്റിയിട്ട് വീണ്ടും തുന്നി എൻ്റെ സൈഡിൽ. അപ്പോൾ തുന്നിക്കെട്ടിയ ഒരു തലയണയ്ക്കകത്ത് ആരും പൈസ തപ്പുകയില്ല, പൈസ കണ്ടു കിട്ടി. പക്ഷെ ഇത്ര സമയം ആയപ്പോഴത്തേന് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാർ വന്നിട്ട് പറഞ്ഞു ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഫിംഗർ പ്രിൻ്റോട് വെരിഫൈ ചെയ്തപ്പോൾ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി ഫിംഗർ പ്രിൻ്റ് ആരും സംശയിക്കത്തില്ല. കാരണം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ അവിടെ എന്തെങ്കിലും ഇതിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ഫിംഗർ പ്രിൻ്റ് അതിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നോർമലി അവിടുത്തെ എംപ്ലോയിയെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സംശയിക്കത്തില്ല. പുറത്തുനിന്ന് ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കുറ്റവാളികളുടെ ഫിംഗർ പ്രിൻ്റ് നോക്കിയിട്ട് ആരുടെയും ഫിംഗർ പ്രിൻ്റ് അത് തപ്പിയാണ് പോകുന്നത്. അപ്പോൾ ഇവൻ്റെ തലണിക്കകത്തുനിന്ന് പൈസ കിട്ടുകയും അവൻ്റെ ഫിംഗർ പ്രിൻ്റ് കിട്ടുകയും ചെയ്തപ്പം ലിങ്കായി. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ആറ് കൊടുക്കണം? ശരിക്ക് ഫിംഗർ പ്രിൻ്റ് കണ്ടെത്തിയത് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാരാണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയ്ക്ക് ക്രെഡിറ്റ് കിട്ടേണ്ടതാണ്. പക്ഷെ അവർ മാത്രമാണോ കേസ് തെളിയിച്ചത്? അല്ല. അവ കേസ് തെളിയിച്ച എൻ്റെ ഇൻറ്റ്യൂഷനാണ്. അതായത് ഇവൻ എന്തിനാണ് ഈ ചിരിക്കുന്നത്, ബാൻഡ് പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനു ചിരിക്കുന്നു, അതൊരു കളിയാക്കി ചിരി. അപ്പോൾ അവൻ കുറ്റവാളിയാണ്, അവൻ തന്നെയാണ് ജാഥ നയിക്കുന്നത്. എന്നിട്ട് അവൻ ബാൻഡ് പിടിച്ചോണ്ട് എല്ലാവരെയും പറ്റിച്ചേ എന്നുള്ള രീതിയിൽ ഒരു ഇലിപ്പി ചിരിയാണ്. ആ ഒരു ഇൻറ്റ്യൂഷനാണ് ആ കേസിലേക്ക് പോയത്. അപ്പോൾ കേസ് തെളിഞ്ഞവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോയി. അവസാനം ഞാൻ ഈ കേസ് മറ്റേ അറസ്റ്റ് ചെയ്ത ശേഷം ഈ ലിയസൺ ഓഫീസറുടെ വീട്ടിൽ പോയി. അയാളെന്നെ കണ്ടുകൊണ്ടേ പൊട്ടിക്കരാൻ തുടങ്ങി. അയാളും ഭാര്യയും പറയുന്നത് ഞങ്ങൾ ഒരാഴ്ചയായിട്ട് അറസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാര്യം പ്രകടനം നടക്കുന്നു, ഭരണകക്ഷി എനിക്കെതിരാണ്, ഞാൻ തൊഴിലാളികളോട് വളരെ സ്ട്രിക്റ്റായിട്ട് ഭരണകക്ഷി എതിരാണ്,
അപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് അറസ്റ്റ് ഏത് സമയത്ത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ മനസാക്ഷിക്ക് തോന്നാത്ത ഞാൻ അറസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ അയാളെ കരഞ്ഞുപോയി. അയാളെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് അയാൾ അമ്പരപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഞാൻ അയാളെ ആശ്വസിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം, താൻ ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പുള്ളിയെ ട്രാൻസ്ഫർ ചെയ്താണ്. അവിടെ നിന്ന് ട്രാൻസ്ഫറായി അയാൾ മരിച്ചുപോയി. അപ്പോഴേ നമ്മുടെ ഇൻറ്റ്യൂഷൻ ചില സമയത്ത് അത്ഭുതമായിട്ട് തെളിയിക്കുക. കാരണം ഫിംഗർ പ്രിൻ്റ് കിട്ടിയതുകൊണ്ട് മാത്രം അയാളെ സംശയിക്കാൻ പറ്റത്തില്ല. അയാൾ അവിടുത്തെ എംപ്ലോയിയാണ്. അപ്പോൾ അയാളുടെ ഫിംഗർ പ്രിൻ്റോടെ പതിയാണ്. ഏതെങ്കിലും റിപ്പയർ ചെയ്യാൻ കയറിയപ്പോൾ പതിഞ്ഞാണെന്ന് വിചാരിച്ചാൽ അയാളെ സംശയിക്കത്തില്ലല്ലോ. അപ്പോൾ ഇയാൾ ചിരിച്ചില്ലായിരുന്നെങ്കിൽ, ഈ ബാനർ പിടിച്ചുകൊണ്ടൊക്കെ നാളെ ചിരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാല അത് തെളിയില്ല. ഇനി ചിരിച്ചപ്പോൾ തന്നെ അത് കണ്ട എനിക്ക് സംശയം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആ കേസ് ഒരിക്കലും തെളിയില്ല. ഇനി എൻ്റെ സ്ഥാനത്ത് വേറൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഭരണകക്ഷിയെ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലിയോസൺ ഓഫീസറെ അറസ്റ്റ് ചെയ്യും, കേസ് അന്വേഷിക്കും, ഒന്നും കിട്ടത്തില്ല, അവസാനം കേസ് വിട്ടുപോകും. പക്ഷേ ഈ കേസ് വിട്ടുപോകുന്ന ഒരു 1-2 വർഷം ഈ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക വേദ, അതായത് മക്കൾ അനുഭവിക്കുന്ന മാനസിക വേദ, ജയിലിൽ കിടന്ന് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം മനസ്സിലാവുന്നു. ഒരു കള്ളൻ എന്നെല്ലാവരും മുഖത്ത് നോക്കി പറയുന്ന ഒരു സങ്കടം, നിരപരാധി ഒരു മനുഷ്യനെ. അപ്പം അത് ആര് ഉത്തരം പറയും? ആരും ഉത്തരം പറയും. അപ്പം നോർമലി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കാൻ വേണ്ടി ഭരണകക്ഷിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവനെ അങ്ങ് അറസ്റ്റ് ചെയ്യും പ്രശ്നം തീർക്കാനായിട്ട്. പക്ഷെ എനിക്ക് മനസാക്ഷിയുള്ള ആളായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അവസാനം എന്ത് പറ്റി? എനിക്ക് 2001 ട്രാൻസ്ഫറായി. കേസ് തെളിയിച്ചപ്പം എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്? എനിക്ക് ട്രാൻസ്ഫർ വന്നു. എന്നെ കണ്ണൂർ എസ്.പി. ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ കേസ് തെളിയും. നമ്മൾ ബുദ്ധിപൂർവ്വം മനസാക്ഷി അനുസരിച്ച് പോയാൽ ഒരു കേസിലേക്ക് ചിലപ്പം തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.